ലോകത്തിൽ ഗ്രീക്ക് ക്ലാസിക്കൽ നാടകമായ യൂറിപ്പിഡിയസിന്റെ മീഡിയയ്ക്ക് ഒരുക്കുന്ന ഭാരതീയവും സമകാലീനവുമായ രംഗ അർത്ഥ വ്യാഖ്യാനങ്ങളുള്ള ഈ നാടകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാടകത്തെക്കുറിച്ച് നാടകത്തിന് മുമ്പ് ഇനി ഞാൻ സംസാരിക്കാൻ പറ്റുന്നില്ല. സാധാരണ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നാടകത്തെക്കുറിച്ച് മീഡിയ നാടകത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയുണ്ടായി. ഈ നാടകം എഴുതിയത് 2500 വർഷങ്ങൾക്ക് മുമ്പിലാണ്. BC 431 ആണ് ഇതിൻ്റെ രചനാ കാലഘട്ടം. ഈ നാടകത്തിൻ്റെ കഥ നടക്കുന്നത് അതിനു മുമ്പ് ഗ്രീക്ക് പുരാണങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ ദേശം ഗ്രീക്കാണ്. പക്ഷേ ഈ രംഗാവതരണത്തിൽ പ്രത്യേകിച്ചൊരു സ്ഥലകാല ബോധം നിർത്തിയിട്ടില്ല. ഏതോ ഒരു ഇന്ത്യൻ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ എന്ന രീതിയിൽ കൂടി നമുക്കിതിനെ കാണാൻ കഴിയുന്നതായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നിലവിലുള്ള ഇന്നും തുടർന്നു പോകുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ രാഷ്ട്രീയ വിവരങ്ങളെക്കുറിച്ചും സാംസ്കാരിക നിലപാടുകളെക്കുറിച്ചുമുള്ള പഠനം എന്ന നിലയിലാണ് ഈ നാടകം ഇപ്പോഴും പ്രസക്തമാകുന്നത്. നാടകത്തിൽ പറയുന്നത് വളരെ വ്യക്തമായി നേരെ യാതൊരു വളച്ചുകെട്ടില്ലാതെ പറയുന്ന എഴുത്തുകാരനാണ് യൂറിപ്പിഡീസ്. അതുകൊണ്ട് മറ്റൊരു മുൻ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നാടകത്തിലെ കഥാപാത്രങ്ങളെ മാത്രം പരിചയപ്പെടുത്തുന്നു. നായിക മീഡിയ എന്ന സ്ത്രീയാണ്. സൂര്യഭഗവാന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട മന്ത്രവാദവും ആഭിചാര കലകളും അഭ്യസിച്ചിട്ടുള്ള ഒരു ദുർമന്ത്രവാദി കൂടിയായിരുന്ന ഹെക്കേറ്റ് എന്ന് പറയുന്ന ദുർദേവതയുടെ പൂജാരിണിയായിരുന്ന മീഡിയ, ജെയ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായുണ്ടാക്കിയ കപ്പലിന്റെ കപ്പിത്താനെ പ്രണയിക്കുകയും അദ്ദേഹത്തോടൊപ്പം സ്വന്തം നാട്ടിലേക്ക് വന്ന് കൂടുതൽ സംസ്കാരപൂർണ്ണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രീക്ക് ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യും. പിന്നീട് ഒരിക്കൽ അപേക്ഷിച്ച ദുർമന്ത്രവാദങ്ങളും അതിൻ്റെ ഫലസിദ്ധികളും വീണ്ടും പുനർജനിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് അവളുടെ ദാമ്പത്യം അവളെ നയിക്കുന്നത്. അവളെ സ്നേഹിച്ച വിവാഹം കഴിച്ച ജെയ്സൺ അധികാര കൃഷ്ണയുടെ പുരുഷശീലമാണ്. ഒപ്പം വരുന്ന മറ്റ് കഥാപാത്രങ്ങൾ ക്രയോൺ എന്ന് പറയുന്ന രാജാവ്. ക്രയോൺ രാജാവിനെ പറ്റി എഡിപ്പസിന്റെ നാടകങ്ങളിൽ വായിച്ചിട്ടുള്ള ഒരു വലിയ മഹത് ചിത്രം യൂറിപ്പിഡീസിന്റെ നാടകത്തിനില്ല. ഈജിയസ് എന്ന് പറയുന്ന ശുദ്ധാലുവായ ഒരു പക്ഷേ മീഡിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഴയകാല സുഹൃത്ത് ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിയുകയും അതിൽ മക്കളില്ലാതെ മക്കളുണ്ടാവാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് തീർത്ഥാടനങ്ങളിലൂടെ കടന്നു വരികയും ചെയ്യുന്ന ഈജിയസ്. പിന്നെ കോറിന്തിലെ ഒരു കൂട്ടം സ്ത്രീകളാണ്. കോറിന്തിലെ സ്ത്രീകളും ഈ നാടകം പാടി കളിക്കുന്ന ഒരു ഗുണത്ര ലോകത്തിറങ്ങിക്കാൻ ഒക്കെയുണ്ടായി. ഈ രണ്ട് റോഡുകളിലാണ് ഇപ്പോൾ വരുന്നത്. നാടകത്തിന്റെ നറേറ്റേഴ്സ് എന്ന നിലയിലും ഒപ്പം തന്നെ കോറിന്തിലെ മകളുകൾ എന്ന നിലയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കൂട്ടം കഥാപാത്രങ്ങളുണ്ട്. മീഡിയയും ദേശത്തെയും 2 മക്കളുണ്ട് എന്നാണ് ലക്ഷ്യം. അത് ഒരു മകൻ എന്ന രീതിയിൽ നാടകത്തിന്റെ സൗകര്യാർത്ഥം ചുരുക്കിയിട്ടുണ്ട്. ഒരു മകൻ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് സന്ദേശവാഹകൻ, ഈ കുട്ടിയുടെ അധ്യാപകൻ തുടങ്ങിയ കഥാപാത്രങ്ങളുണ്ട്. നാടകത്തിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ടും വളരെ സൗഹൃദപൂർണ്ണവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിലൂടെ ഈ അവതരണത്തെ സമ്പന്നമാക്കുവാൻ കഴിയുന്ന ഈ പ്രേക്ഷകരെ ഈ നാടകത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ലോകത്തിറങ്ങി ഞങ്ങളുടെ പുതിയ നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നു. മീഡിയ.
യൂറിപ്പിഡിസ് രചിച്ച മീഡിയ എന്ന ക്ലാസിക് നാടകത്തിന് വീണ്ടും ഒരു രംഗരൂപം തൃപ്പൂണിത്ത ലോകധർമ്മയിൽ നിന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മീഡിയ. അപകടപ്പാറകൾക്കിടയിലൂടെ അന്ന് ആർഗോ കപ്പൽ കോച്ചിസിൽ വന്നടുക്കാതിരുന്നെങ്കിൽ പീലിയാസിനോടുള്ള പ്രതിജ്ഞ പാലിക്കാൻ പൊന്നാട്ടിൻ റോം തേടിപ്പോയ യവനവീരന്മാർക്ക് കപ്പൽ തുഴകളാകാൻ മിലിയോൺ മലഞ്ചരിവിലെ ആ പുണ്യവൃക്ഷം മറിഞ്ഞു വീഴാതിരുന്നെങ്കിൽ രാജ്യം പിടിച്ചെടുത്തതിനു ശേഷം രാജ്യകൃഷ്ണാക്കുകയും ചെയ്തതിനാൽ അയൽ രാജ്യം ആശ്രിതരായി കഴിയേണ്ടി വന്നവൻ ജയിസൻ പൂർത്തിയായതിനു ശേഷം യാത്രത്തിൽ തിരിച്ചെത്തി തന്റെ രാജ്യം തിരികെ ചോദിച്ചവൻ ഈരനായ ജയിസൻ അഭിമാന ചിഹ്നവുമായി പൊന്നാട്ടിൻ രോമം തിരികെ കൊണ്ടുവന്നാൽ രാജ്യം തിരിച്ചു നൽകാമെന്ന് ഇളയച്ചൻ പീലിയാസ്. അങ്ങനെ കോച്ചിസിലെത്തിയ ജയിസൻ അവിടെ ഗുരുമന്ത്രവാദിയായ ഹെക്കേറ്റിന്റെ ക്ഷേത്രത്തിലെ തിരുമുറ്റത്ത് വെച്ച് അവിടുത്തെ രാജകുമാരിയായ മീഡിയയെ സ്വന്തമാക്കിയ ജയിസൻ ഈറ്റസിന്റെ അടുത്തെത്തി തന്റെ പൈതൃക സ്വത്തായ പൊന്നാട്ടിൻ രോമം തിരികെ ആവശ്യപ്പെട്ടു. പകരം ഈറ്റസ് ആകട്ടെ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. അഗ്നിജ്വാലകൾ ഉച്ഛ്വസിക്കുന്ന ലോഹശരീരികളായ രണ്ട് കൂറ്റൻ മൂരികളെ കരിമ്പാറ കൊണ്ടുള്ള മുഖത്തിലമിച്ച് മരണദേവതയുടെ തരിശുഭൂമി ഉഴുത് സർപ്പത്തിന്റെ വിഷപ്പല്ല് വിതയ്ക്കുക.
ജെയ്സൺ പൊന്നാട്ടിൻ രോമം സൂക്ഷിക്കുന്ന കരിനാഗത്തിന്റെ അടുത്ത് അങ്ങനെ പൊന്നാട്ടിൻ രോമവും കൊണ്ട് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ജെയ്സണും മീഡിയയും പക്ഷേ അവിടെ നിന്ന് നാട് കടക്കും. എന്നാൽ അയൽ രാജ്യത്തെ രാജാവായ ക്രയോ അവർക്ക് അഭയം നൽകി. അവിടെ വെച്ച് അവർക്കൊരു കുട്ടിയുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം ക്രയോൺ രാജാവിന്റെ മകൾ ക്ലെയൂട്ടി അവരുടെ കുഞ്ഞിനെയും അനാഥരാക്കി ജെയ്സൺ മറ്റൊരുത്തി തന്റെ കിടപ്പുന്ന ഈ കുറിത്തു വാഴുന്ന ക്രിയോൺ രാജാവിന്റെ ഏകപുത്രി. പാവം സ്വാമി, അവർക്ക് ഇതിൽ വേറെ അപമാനം ഇനി വരാനുണ്ടോ? ഇവര് മാത്രമായി നടത്തിയ ആ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് ഉള്ള ദേവന്മാരെയെല്ലാം വിളിച്ച് നിലവിളിയോട് നിലവിളി തന്നെ ഒരുപോലെ ഉമ്മറക്കമില്ലാതെ ചതി വിളഞ്ഞുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇത് തുടങ്ങിയതാണ്. വല്ല സമാധാനവും പറയാൻ ചെന്നാൽ അലർന്ന സമുദ്രം പോലെയോ ഉറച്ച പാറ പോലെയോ ആരെന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഉപേക്ഷിച്ച്
നോക്കുന്നത് കാണാം. പാവം സ്വാമി സ്വന്തം നാട് എന്ത് വിലപ്പെട്ടതാണെന്നും എന്തിനു വേണ്ടിയായാലും അത് ഉപേക്ഷിക്കാൻ പാടില്ലെന്നും ഈ ദുഃഖം അവരെ പഠിപ്പിച്ചിരിക്കും. എന്തിനോ എന്തോ ഒരു വാളെടുത്ത് നന്നേ മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട്. ദരിദ്രമോ തുടങ്ങിയ കിടക്കയിൽ സ്വന്തം നെഞ്ഞത്തന്നെ അവരത് കുത്തിയിറക്കുമോ? അതോ ആ പുതുമണവാളനെയും അയ്യോൻ രാജാവിനെയും? സ്വാമിനിയുടെ പഴയ പരിചാരികെ എന്തേ വഴിയരികിൽ ഒറ്റയ്ക്ക് ഭാഗ്യദോഷമോർത്ത് നിലവിളിക്കുകയാണോ? ജെയ്സന്റെ കുട്ടികളെ നോക്കുന്ന മൂപ്പിലെ യജമാനന്മാർക്ക് വരുന്ന ഭാഗ്യദോഷമോർത്ത് നല്ല വേലക്കാർക്ക് ദുഃഖം തോന്നും. അത് മനസ്സ് നോവുന്ന കാര്യമാണ്. സ്വപ്നങ്ങളുടെ കൂടെ അറിഞ്ഞ് ആശ്വാസം കിട്ടാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. സ്വാമിനിയുടെ സങ്കടം ഈ തണുത്ത ഭൂമിയെയും മരവിച്ച ആകാശത്തെയും വിളിച്ചറിയിക്കാൻ എന്ത് ആ പാവത്തിന്റെ കരച്ചിൽ ഇതുവരെ അടങ്ങിയില്ലെന്നോ? അടങ്ങിയില്ലെന്നോ? തുടങ്ങിയതല്ലേ ഉള്ളൂ, പകുതി പോലും ആയിട്ടില്ല. കഥയില്ലാത്ത ന്മാരെ പറ്റി ഇനി ഒന്നും പറയാതെ വരാൻ പോകുന്ന ആപത്തിന്റെ കഥ അവരുടെ ചെവിയിൽ എത്താതിരിക്കില്ല. എന്താപത്ത് മുമ്പില് എന്നോട് പറയാൻ മടിക്കരുത്. ഞാൻ പറഞ്ഞതാണ് മറന്നേ. എന്തായാലും എന്നോട് പറയണേ. അങ്ങയുടെ നരച്ച താടി മീശയാണ്. എല്ലാം എന്നോട് പറയണേ. നമ്മൾ ഒരു കുടുംബത്തിൽ കഴിയുന്നവരല്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൊട്ടാരവാദിക്കൾ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കിഴവൻ പറയുന്നത് കേട്ടു. അയാൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. അയോൺ രാജാവ് സ്വാമിനിയെയും കുഞ്ഞുങ്ങളെയും അടുകടത്താൻ പോകുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. ജെയ്സൺ ഒരു കാലത്തും അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഭാര്യയൊരു പിണക്കമാണെന്ന് വെച്ച് അവനോട് അങ്ങനെ ചെയ്യുമോ? പുതിയ പുതിയ ബന്ധം മുറുകുമ്പോ പഴയത് അഴിഞ്ഞു പോകുമെന്ന ജെയ്സന് നമ്മുടെ ഈ വീടിനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടങ്ങിയ മാനം തെളിയും മുമ്പേ വീണ്ടും കാറും പോളുമോ? മറ്റാരെക്കാളും മനുഷ്യൻ സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. പെണ്ണിനോടുള്ള സ്നേഹം കാരണം ജയിച്ചു മക്കളെ നോക്കാൻ കഴിയില്ല. അത്ര പിന്നെ വായടച്ചു കൊള്ളണം. നമ്മുടെ നാവിൽ നിന്നും ഇതൊന്നും പുറത്ത് ചാടരുത്. മറ്റാരെങ്കിലും പറഞ്ഞ് സ്വാമിനി ഇത് അറിഞ്ഞുകൊള്ളും. ഇവനെ ഇന്ന് പ്രത്യേകിച്ച് ഒരു മുറിയിൽ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ നിലയ്ക്ക് സ്വാമിനിയുടെ അടുത്തേക്ക് എല്ലാവരും ഇവനെ അയക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇന്നലെ ഇവനെ ഒരു നോട്ടം നോക്കുന്നത് ഞാൻ കണ്ടു. തീപാവുന്ന നോട്ടം. എന്തൊരവധി, എന്ത് യാതന! ഈ ദുരിതത്തിൽ നിന്നത് തലകടത്തില്ലെങ്കിൽ മോനെ, ഞാൻ പറഞ്ഞില്ലേ അമ്മ വീണ്ടും ശോഭിച്ചു വശായിട്ടുണ്ട്. അടുത്തെങ്ങും ചെല്ലാതെ നിഴല് പോലും വീശാതെ ഒരു കടത്തു വഴി കടക്കടത്തുകൊള്ളൂ. ശ്രദ്ധിക്കണേ. കാറും കോളും കണ്ടിട്ട് തകർത്തിരിക്കുന്ന മറ്റുണ്ട്. കഴിഞ്ഞ് ക്ഷമ കിട്ടും. ഞാനില്ലാതെ അച്ഛനില്ലാത്ത മകൻ ഒന്ന് തുലഞ്ഞിരുന്നെങ്കിൽ കോട്ടത്തോടെ ആ കുഞ്ഞിന് അച്ഛന്റെ അവനെന്ന് വിളിച്ചു. രാജകുമാരിയ കരയുകയാണോ വീണ്ടും അകലെ നിൽക്കെ പഠിക്കലെ കേട്ടു ഞാൻ അവളും ഈനാവും തേക്കണം. സൂര്യ ഭഗവാന് ആ വ്യക്തി
എന്റെ തല നിർമ്മിച്ചില്ലെങ്കിൽ നിങ്ങൾ പരിഭവിക്കാതിരിക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നാൽ എനിക്കിങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നത് ഇതിന്റെ ഹൃദയം തകർന്നു. ജീവിതത്തിന്റെ പാഠമാത്രം എന്റെ കണ്ണിൽ നിന്ന് വീടുകളിലേക്ക് പ്രതീക്ഷകളെല്ലാം താറുമാറായി. എനിക്ക് മരിച്ചാൽ മതി. സത്യമായി പ്രാണത്തെയും പ്രാണനായി ഞാനൊരാളെ സ്നേഹിച്ചു. ലോകം മുഴുവൻ ആ ഒരാളെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്റെ ഭർത്താവ് ലോകത്തിലേക്ക് നീചനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ജീവജാലയിൽ വെച്ച് ഏറ്റവും ഭാഗ്യദോഷികൾ നമ്മളാണ്. നമ്മൾ സ്ത്രീകൾ എന്ത് വിലകൊടുത്താണ് നമ്മൾ ഭർത്താവിനെ സമ്പാദിക്കുന്നത്. അങ്ങനെ നേടി അയാളായി പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥൻ. വിവാഹം വേണ്ടെന്ന് പറയാനുള്ള അവകാശമെങ്കിലും നമ്മൾ സ്ത്രീകൾക്കുണ്ടോ? പുതിയ പുതിയ ആചാരങ്ങൾക്കിടയിലെ പിന്നെ നമ്മുടെ ജീവിതം അല്പം മാസ്മരിക ശക്തിയും ദീർഘവീക്ഷണമില്ലെങ്കിൽ കുഴപ്പമാണ്. നാം ഭർത്താവിനോടൊത്ത് കഴിയുകയും അവരുടെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്താൽ ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ അസൂയാർഹമായി. മറിച്ചാണെങ്കിലും പുരുഷന് വീട്ടിലെന്ന് വിഷയുമ്പോൾ പുറത്തിറങ്ങിപ്പോകാം, സ്നേഹിതരുമായി തല്ലപിക്കാം. എന്നാൽ നമ്മൾ ഒരേ ഒരാളിനെയും നോക്കി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൊള്ളണം. എന്നിട്ട് അവരൊക്കെ തട്ടിമുളിക്കുന്നതും അവരൊക്കെ കുന്തവും കുലിക്കുന്ന അന്ന് പടവെട്ടുമ്പോൾ യാതൊരു തൊല്ലയുമില്ലാതെ നാം വീട്ടിൽ ഉല്ലാസമായി കഴിയുകയാണെന്നാണ് വയറ്റിൽ ചുമി നടക്കുന്നതിലും സുഖമായി 3 വട്ടം ഞാൻ പടവെഴുതാം. 3 വട്ടം ഞാൻ പടവെഴുതാം. എന്നാൽ എന്റെ സ്ഥിതി നിങ്ങളുടെ ഇതിൽ നിന്ന് എത്രയോ വ്യത്യസ്തം. നിങ്ങൾക്കൊരു നാടുണ്ട്, വീടുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അച്ഛനുണ്ട്.
അനാഥയെ തള്ളി. എനിക്കിവിടെ അമ്മയോ സുഹൃത്തുക്കളോ ഇല്ല. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എന്നെ സഹായിക്കണം. നിങ്ങൾ എന്നെ സഹായിക്കണം. ഒരു തീരുമാനം. വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ മതി. ശാന്തയെ കേട്ടാൽ കുറയ്ക്കും. ശരി, പ്രേമത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടാൽ അവിടെ പോലെ ഒരു രക്തരക്ഷസ് വേറെ കണ്ടില്ലെന്ന് വരും. എല്ലാം തകർന്നു. നാശത്തിന്റെ നടുക്കടവിലാണെന്നോ ഞാൻ. കയറി കടക്കാൻ ഒരു കടവ് പോലും എനിക്കില്ലെന്നും. പ്രഭു, എന്റെ അപരാധത്തിലാണ് അങ്ങനെ നാളുകൾ. അപരാധമോ തുറന്നു പറയാമല്ലോ മീഡിയ, നമുക്ക് നിന്നെ ഭയമാണ്. നീ നമ്മുടെ പുത്രിയോട് പക വീട്ടുമെന്ന ഭയം. അങ്ങനെ ഭയക്കാൻ കാരണങ്ങൾ പലതാണ്. നീയാണെങ്കിലോ ബഹുസമർത്ഥ. കവിതാലയങ്ങളിൽ അത്തുതീയ വിശേഷിച്ച് ഒരു വിദേശി. നീ നമ്മുടെ പുത്രിയോട് ജയിക്കണോ എന്തിന് നമ്മോട് തന്നെയും ദ്രോഹത്തിന്റെ പുറത്തുണ്ടായ വാർത്ത നമ്മുടെ കർണങ്ങളിൽ പെടുകയും ചെയ്തിരിക്കും. ആത്മരക്ഷയ്ക്ക് മുൻകരുതലുകൾ ആവശ്യമാണല്ലോ. ആദ്യം അമിതത കാട്ടി പശ്ചാത്തലത്തിനേക്കാൾ കാലേ കൂട്ടി നിന്റെ പ്രീതിക്ക് പാത്രമാവുകയല്ലേ. ഇടുക്കിന്റെ പേരിൽ കുളിക്കൽപ്പെടുക ഇതാദ്യമല്ല. ഞാൻ അല്പം ബുദ്ധിയുള്ളവളായിപ്പോയി. ആ മഹാപരാധത്തിന് എന്തെല്ലാം പേരുകളാണോ കേൾക്കുന്നത്. വല്ലാത്തവളാണ്, വഴക്കമില്ലാത്തവളാണ്. കിഴക്കൻ നാട്ടിലെ ഒരു സ്വപ്നജീവി. എനിക്കാണെങ്കിൽ അത്ര വലിയ ബുദ്ധി ഇല്ലതാണ്. അങ്ങയുടെ ദൃഷ്ടി ഞാനൊരു ഭയങ്കരി. അങ്ങനെയൊന്നും അല്ല ഞാൻ ഞാൻ. അങ്ങ് എന്നെ ഭയക്കുന്നു. രാജാധികാരത്തെ മറികടക്കണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങ് എന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് സ്വന്തം മകളെ വിവാഹം ചെയ്യിപ്പിക്കുന്നു. ഞാൻ എന്റെ ഭർത്താവിനെ വെറുക്കുന്നു. ശരി തന്നെ. പക്ഷേ അങ്ങയുടെ ഐശ്വര്യത്തിന് എനിക്ക് യാതൊരു ആവശ്യവുമില്ല. ഈ നാട്ടിൽ കഴിഞ്ഞുകൂടാൻ എന്നെ കൂടി അനുവദിച്ചാൽ അതിക്ഷിപ്തയെങ്കിലും പരാജിതയായി ഞാൻ ഭാവി ഭാഗ്യവും പ്രതീക്ഷിച്ചു എന്നെ മുന്നിൽ കഴിഞ്ഞുകൊള്ളാം. കേൾക്കാൻ അന്തസ്സുള്ള വാക്കുകൾ. പക്ഷേ
പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിലൊന്നോ ഒരു ദുഷ്ടചിന്ത പതിയിരിപ്പുണ്ടെന്നാണ് നമ്മുടെ ഭയം. നമുക്ക് നിന്നിലുള്ള വിശ്വാസം ഇപ്പോൾ തന്നെ കുറഞ്ഞിരിക്കുന്നു. മുൻകോപിയായ ഒരു സ്ത്രീയാണ് നീ, അല്ലെങ്കിൽ എന്തിന് ഒരു പുരുഷൻ തന്നെയാകട്ടെ. വേണ്ട, കഴിയും വേഗം നീ നാട് രക്ഷിച്ചു കൊള്ളണം. ഇത് നമ്മുടെ ആശയാണ്, നമ്മുടെ ശത്രു, നമ്മുടെ രാജ്യാന്തരത്തിനകത്ത് ഇനി യാതൊരു കാരണവശാലും കഴിയാൻ പാടില്ല. പാലികളായി അങ്ങയുടെ ഓമന പുത്രിയായി അങ്ങയെ നമ്മെ വ്യതിചലിപ്പിക്കാൻ നിനക്കാവില്ലല്ലോ. അങ്ങനെ തുരത്തിക്കളയുമെന്നോ കാല് പിടിച്ചപേക്ഷിക്കുന്നില്ലേ, ചവിട്ടി അകറ്റുമെന്നോ. അതെ, നമുക്ക് നമ്മുടെ വീടാണ് വരുന്നത്, നീയല്ല. എന്റെ വീടുണ്ടായിരുന്നെങ്കിൽ അതെ, വീടും പുത്രിയും കഴിഞ്ഞായിരുന്നു, നമുക്ക് മറ്റെന്തും. ഈ പുരുഷന്റെ പ്രേമം എന്തൊരു ശാപമാണ്. ശാപമോ അനുഗ്രഹമോ? എന്നിട്ട് പോകൂ, വേദനയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കൂ. എങ്ങനെയാണ് വേദന? എനിക്കുണ്ടല്ലോ എഴുന്നേൽക്കൂ. നമ്മുടെ അംഗരക്ഷകർ ഒന്ന് പിടിച്ചു മാറ്റാൻ. അതല്ല, ഞാൻ എന്നോട് അപേക്ഷിക്കുന്നു. കുഴപ്പം സൃഷ്ടിക്കണമെന്നാണോ നിനക്ക് ഉദ്ദേശം? ഈ നാട് വിട്ടു പോയിക്കൊള്ളാമെന്ന് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ എന്തിനാക്കണമോ? എന്തിനെങ്കിലും നമ്മുടെ കാലിൽ പിടിച്ച് തൂങ്ങുന്നു. അതല്ല എനിക്ക് അങ്ങോട്ട് അപേക്ഷിക്കാനുള്ളത്. ഈ ഒരൊറ്റ ദിവസം കൂടി ഈ നാട്ടിൽ കഴിഞ്ഞുകൂടാൻ എന്നെ അനുവദിക്കണം. വിദേശവാസത്തിന് മുമ്പ് എനിക്ക് അതേക്കുറിച്ച് അല്പം ചിന്തിക്കാനില്ല. ഏത് നാട്ടിലേക്കാണ് ഞാൻ പോകേണ്ടത്? എവിടെയാണ് എന്റെ മകനൊരു അമ്മയും കാണേണ്ടത്? അവന്റെ അച്ഛന് അവനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അങ്ങനെയും അവരോടൊപ്പം വേഗം ഉത്തരവാദിത്തത്തിന്റെ അങ്ങേക്കുമില്ലേ ഒരു ഏകാധിപതിയുടെ നിഷ്ഠൂര ഭാവം നമ്മുടെ സ്വഭാവത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. നമ്മുടെ ദയാശീലം പണ്ടും പല കുഴപ്പങ്ങൾക്ക് കാരണമായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്നതും തികഞ്ഞ ദോഷമാണെന്ന് നമുക്കറിയാം. എങ്കിലും നിന്റെ അഭീഷ്ടം സാധിക്കട്ടെ. എന്നാൽ വ്യക്തമായും നാം അനുസ്മരിപ്പിക്കുന്നു, നീയോ നിന്റെ കുട്ടിയോ അടുത്ത മുന്നറിയിപ്പ് പ്രദർശിക്കുന്നത് ഈ രാജ്യാതിർത്തിക്കകത്ത് നിന്നായിരിക്കരുത്. അതിനിടയായാൽ മരണമായിരിക്കും ശിക്ഷ. ഓർമ്മയിരിക്കട്ടെ. ഈ വിധിയെഴുത്തിൽ അക്ഷരങ്ങൾക്ക് ഇനി മാറ്റമുണ്ടാവില്ല. എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നാം ഭയക്കുന്നല്ലോ യാതൊന്നും ചെയ്യാൻ ഇവക്കാവൂല്ലല്ലോ. എന്തൊരാപത്കാരിയാണ്. ഭരണാധിപന്മാരുമായി മമതയിലായിരുന്നുവെങ്കിൽ നിനക്കിവിടെ തന്നെ കഴിഞ്ഞുകൂടാമായിരുന്നു. ഈ കോറിന്തിൽ ഇതേ മാളികയിൽ തന്നെ. ഇന്നിപ്പോ നിന്റെ വായാടിത്തം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ നാട് വിടേണ്ടി വന്നിരിക്കുന്നു. എന്റെ കാര്യം ഇരിക്കട്ടെ, നീ അത് മുടക്കണമെന്നില്ല.
പെരുമ്പറ കൊട്ടി ഘോഷിച്ചോളൂ, ലോകത്തിലേക്കും നീജൻ ജയിച്ചനാണെന്ന്. നാം ഇത് കാര്യമാക്കുന്നില്ല. രാജാവിനെയും രാജ്യത്തെയും പറ്റി നീ പറഞ്ഞു നടക്കുന്നത് ഓർക്കുമ്പോൾ ഈ നാട് കടത്തൽ എത്ര തുച്ഛമായ ഒരു ശിക്ഷയാണ്. എന്നിട്ടും രാജകോപത്തിന് നല്ലൊരു ശാന്തി വരുത്തി നിങ്ങളെ നാട് കടത്താതിരിക്കാൻ ഞാനാവുന്നത്ര ശ്രമിച്ചു. അതെങ്ങനെ? ഈ നാവും നടങ്ങിയിട്ട് വേണ്ടേ? രാവും പകലും ഇങ്ങനെ ഉണ്ടോ ഒരു രാജനിന്ദ? അത് തന്നെയാണ് ഈ നാട് കടത്തലിന് കാരണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല. സ്നേഹമുള്ളവരെ സഹായിക്കുന്നത് ഞാനൊട്ടും ഉദാസീനനുമല്ല. ഈ വിഷമാവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികളുമായി എന്റെ നാട്ടിലെത്തുമ്പോൾ സാമ്പത്തിക ക്ലേശം നേരിടരുതല്ലോ. വിദേശവാസമേ വിഷമകരം. നീ എന്നെ വെറുക്കുന്നുവെങ്കിലും എനിക്കത് സാധ്യമല്ല. ദ്രോഹി, പരമദ്രോഹി. ഈ പൗരുഷം കെട്ട പീരുവിനെ വിളിക്കാൻ പല വാക്കുകളില്ലല്ലോ. എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഗുണദോഷം പറയാൻ സ്നേഹിക്കുന്നതിനെ വഞ്ചിക്കുക, യാതൊരു കൂസലുമില്ലാതെ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക. ഇത് ധീരതയാണെന്നാണ് വിചാരം. ഇത് ധീരതയുമല്ല, മിടുക്കുമല്ല, നാണമില്ലായ്മയാണ്. നാണമില്ലായ്മ. എന്തായാലും ഇങ്ങോട്ട് എഴുന്നള്ളുക നന്നായി. എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് സഹായിക്കാമല്ലോ. മനസ്സിന്റെ ഭാരം ഒന്ന് ഒഴിക്കാമല്ലോ. ഞാൻ ആദ്യം മുതൽ തുടങ്ങാം. ഞാനാണ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ആർഗോയിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ ആരാണ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതെന്ന്. പിതാവിനെയും പിതൃഭൂമിയും ഉപേക്ഷിച്ച് ഒന്നും ഓർക്കാതല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇങ്ങനെയെല്ലാം ചെയ്ത് എന്നെയും വഹിച്ചുവല്ലോ. ഒരു നവവധുവിന് വേണ്ടി, അതും ഒരു കുഞ്ഞിന്റെ അച്ഛനായതിനു ശേഷം. മക്കളിലേക്ക് വേണ്ടായിരുന്നു. വിവാഹ പ്രതിജ്ഞയ്ക്ക് വിലയില്ലാതായി പ്രതിജ്ഞാപാലകരായ നേതാവ് മരിച്ചു. ഇഷ്ടപ്പെട്ടു ആ പഴയ നിയമങ്ങൾ. ഭാഗ്യമില്ലാത്ത വലതുകൈ നിരർത്ഥകമായ ഹസ്തദാന സുഖം നീ അനുഭവിച്ചത്. എന്റെ ചാറുകളെ എങ്ങനെയെല്ലാമാണ് നിങ്ങളെ തഴുകി തലോടിയത്. ഈ നിർഘടന് വേണ്ടിയാണ് പരിശുദ്ധമായി എന്റെ കന്യകാർക്ക് ഞാൻ ബലി കഴിച്ചത്. എന്റെ സംഭാഷണമെങ്കിലും പരുഷമാകരുതെന്ന് ഞാൻ കരുതുന്നു. നാവിന് നീളമുള്ള സ്ത്രീ, നീ എന്നോട് കാണിച്ച കാരുണ്യത്തെ പറ്റി നാനും മുട്ട പറഞ്ഞു കേട്ടു. നമ്മുടെ യാത്രാവിജയത്തിന് കാരണഭൂത ഒരേ ഒരാളാണ്, കാമദേവതയായ ശിപ്രി. ദേവനായാലും മനുഷ്യനായാലും മറ്റാർക്കും മുതൽ യാതൊരു പങ്കുമില്ലവൻ. ലക്ഷ്യം തെറ്റാതെ കാമദേവതയുടെ പാഠങ്ങളെ എന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് ആ രതിപ്രേരണയാലല്ലേ? മതി മതി, ഞാനിനി അങ്ങോട്ട് കടക്കുന്നു. എന്തുതന്നെയായാലും നീ നിന്നെ രക്ഷപ്പെടുത്തും, വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യും. എന്നാൽ ഈ രക്ഷപ്പെടുത്തൽ കാരണം ഇതിൽ കൂടുതൽ രക്ഷ തിരിച്ചങ്ങോട്ടും ഉണ്ടായിട്ടില്ലേ? ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഒന്നാമത് ആ പ്രാകൃതദേശത്ത് വളർന്ന നിനക്ക് പരിഷ്കൃതമായി ഈ ഗ്രീസിൽ വസിക്കാൻ ഇടയായിരിക്കും. ശ്രദ്ധാധിപതിയുടെ ഇച്ഛയ്ക്കുള്ള നിയമവാഴ്ചകൾ ഈ ഗ്രീസിൽ ഇവിടുത്തെ പരിഷ്കൃതാചാരങ്ങളുമായി പരിചയിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചു. ഗ്രീസിൽ ഇന്നും നിന്റെ നാമം സുതരാം പ്രകീർത്തിക്കപ്പെടും. ആ ഒഴിഞ്ഞ കോളിലെങ്ങനെ കിടന്നിരുന്നെങ്കിൽ നിന്നെ ആരറിയുമായിരുന്നു. നിന്റെ ആരോപണങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. നീ ആ രാജകീയ വിവാഹത്തെ കുറിച്ച് അത് ഞാൻ വ്യക്തമാക്കാം.
ഒന്നാമത് വളരെ ബുദ്ധിപൂർവമായ ഒരു തീരുമാനമാണ്. രണ്ടാമത് തികച്ചും നിഷ്കളങ്കമാണ് അതിന്റെ ലക്ഷ്യം. നിങ്ങളോടുള്ള അവിടുന്ന വാത്സല്യമാണ് നിന്റെ പ്രേരണ. വരട്ടെ, മറുപടി പറയാൻ സാധിക്കും. നാടും വീടും സകലം നഷ്ടപ്പെട്ടു ഈ ഓട്ടത്തിൽ നിന്നും ഇവിടെ എത്തിയ ഒരഭ്യാസിയെ പോലുള്ള എനിക്ക് ഈ രാജ്യത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ കഴിയുന്നതിൽ കവിഞ്ഞ് ഭാഗ്യമുണ്ടാകും. നീ പരിശ്രമിക്കുന്നത് പോലെ നിങ്ങളോടുള്ള വിരക്തി മറ്റൊരുത്തിയോടുള്ള അനുരക്തിയുമല്ല, സന്താന സൗഭാഗ്യത്തിലുള്ള മോഹവുമല്ല. അതെല്ലാം ഇപ്പോഴുള്ളത് തന്നെ ഞാൻ സംതൃപ്തൻ. ഇതൊന്നുമല്ല കാരണം. മണ്ണുമായി നമുക്കൊന്ന് കഴിഞ്ഞുകൂടാൻ ബദ്ധപ്പാടുകൂടാതെ എന്റെ നിലക്കനുസരിച്ച് നമ്മുടെ മകനെ വളർത്തി വലുതാക്കണ്ടേ? അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. എനിക്കറിയാം, പണമില്ലാത്തവൻ പിടമാണ്. ഈ രാജകുടുംബത്തിൽ അവൻ ഉണ്ടാകട്ടെ 2-3 അനുജൻ. അങ്ങനെ അവർ ഒറ്റ കുടുംബമായി ആഹാരത്തിൽ വളരട്ടെ. ഇതൊക്കെന്തിനാണ് ഇന്ത്യൻ സന്താനം? ആരും കൈകടക്കാനില്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടാകാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീ എന്നൊരു വർഗം തന്നെ, ഈ സ്ത്രീ എന്നൊരു വർഗം തന്നെ ഈ ഭൂഗതിയാണെങ്കിൽ മനസ്സമാധാനത്തോടെ കഴിയുമായിരുന്നു. ഹൃദയങ്ങൾ തങ്ങളിൽ നിശ്ചയമായി പല കാര്യങ്ങളിലും ഭിന്നാഭിപ്രായക്കാരിയാണ് ഞാൻ. ഉദാഹരണമായി എന്റെ അഭിപ്രായത്തിൽ കഠിന ശിക്ഷ നൽകേണ്ടത് കഠിനമായി സംസാരിക്കുന്ന വഞ്ചകന്മാർക്ക് ചതുരകളിൽ സംസാരിച്ച യോഗ്യത സമയം വരട്ടെ. ഒറ്റ വാക്കിന് ഞാൻ നിങ്ങളെ വായിക്കുന്നില്ല. നിങ്ങളൊരു വഞ്ചകനല്ലായിരുന്നുവെങ്കിൽ നേരത്തെ വിവാഹത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? കള്ളനെ പോലെ കണ്ണിൽ മണ്ണിട്ട് തന്ന് കല്യാണം ആലോചിക്കാതെ എങ്കിൽ പിന്നെ നീ അത് വേണ്ടതുപോലെ കൊണ്ടാടുമായിരുന്നു. ഇപ്പോൾ പോലും നാവടക്കി നിർത്താൻ കഴിയാത്ത നിന്നോട് ഞാനിത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ. അല്ല അല്ല, അതൊന്നുമല്ല. പ്രായം കൂടി പരിഷ്കാരം കുറഞ്ഞു വരുന്ന ഈ പരദേശി ഭാര്യ നിങ്ങളുടെ പ്രതാപത്തെ പോലെ യോജിക്കുന്നില്ല. അത്ര തന്നെ. പറയുന്നത് ശരിക്കൊന്നും മനസ്സിലാക്കും. അവൾ എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ ഈ കഷ്ടപ്പാടിൽ നിന്നും കരകയറ്റാൻ, അങ്ങനെ നമ്മുടെ കുടുംബത്തെ ഒരു ശക്തി ദുർഗമാക്കി തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് ഒരുങ്ങിയത്. സ്വസ്ഥമായി കഴിഞ്ഞുകൂടെ നിങ്ങൾക്കൊരിടമായി എന്റെ ഭാഗ്യദോഷവുമായി ഞാൻ ഇവിടെ നാട് വിട്ടുകൊള്ളാം. തോന്നിയതുപോലെ ആയിരുന്നു. ഇത് നിന്റെ മാത്രം തീരുമാനമാണ്. ഇതിൽ നീ മറ്റാരെയും കുറ്റം പറയരുത്. എന്ത് തോന്നിയതുപോലെ ഞാൻ നിങ്ങളെ വിട്ട് മതി. ഇനി അധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിദേശത്ത് പോകുമ്പോൾ നിനക്കോ കുഞ്ഞുങ്ങൾ എന്റെ സമ്പത്തിൽ നിന്നും എന്തു വേണമെങ്കിലും സ്വീകരിക്കും. അതല്ല, സുഹൃത്തുക്കൾക്ക് പരിചയക്കുറിപ്പ് വല്ലതും വേണമെങ്കിൽ അതുമാ അതിന് തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ എനിക്ക് അവരുടെ ഒരു സഹായവും ആവശ്യമില്ല. നിങ്ങളുടെ തലം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പാപവൃക്ഷത്തിന്റെ ഫലം ഒരിക്കലും നന്മയാവില്ലല്ലോ. ദേവന്മാർ തന്നെ സാക്ഷി. ഏത് വിധത്തിലും നിന്നെയും കുഞ്ഞിനെയും സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്റെ ഗർവം മിത്രങ്ങളെ ആട്ടിയകറ്റും. നിശ്ചയമായും നിനക്കിന് ദുഃഖിക്കേണ്ടി നേരിട്ടു കണ്ടതാനന്ദ
ഹേ രാജകന്യകേ ബിന്ദുക്രനാടകം ആകേയനുകം വനീയം ഇല്ലമുദാശ്വസിപ്പിക്കുവാൻ ഇല്ലോരു താരനഗരം ഇല്ലമുദാശ്വസിപ്പിക്കുവാൻ ഇല്ലാവിനൊരു തോഴൻ ചത്തു തുരഞ്ഞെങ്കിൽ പ്രേമഘാതകൻ ശബ്ദരതി ശബ്ദവർഗം ചത്തു തുരഞ്ഞെങ്കിൽ പ്രേമഘാതകൻ ശബ്ദരതി ശബ്ദവർഗം ഇത്തരം പ്രേമമുദിക്കാതിരിക്കുവാൻ ശക്തി നൽകിയിടണേ ദേവി ബുദ്ധി നൽകിയിടണേ ദേവി ആരോ പറഞ്ഞ കഥ പറകല്ല നേരിട്ടു കണ്ടതാണല്ലോ ഹേ രാജകന്യകേ ബിന്ദുക്രനാടകം ആകേയനുകം വനീയം ചിന്തരുത് വേറെ മുന്തിരി തേടരുത് ജീവിതം ചിന്തരുത് അല്ല പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ മറ്റെന്ത് പറഞ്ഞാൽ ആരംഭിക്കുക? ഏതൻസിലെ മഹാനായ രാജാവ് അങ്ങ് എങ്ങനെ നിന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അപ്പോളോവിന്റെ ആ പുണ്യപുരാതന ക്ഷേത്രം വരെ പോയിരുന്നു. പിന്നെ വിദേശ പദ്ധതി ഗാനമായി ഒഴുകുന്നിടത്തും ആ പ്രവാചകൻ എന്നിട്ട് പോകാൻ കാരണം മക്കളുണ്ടാകാൻ സ്വർഗത്തോട് പ്രാർത്ഥന നടത്താൻ അതിനുള്ള മാർഗം ആരായാലാണ് ഈയിടെ. നാളായിട്ട് ഒരു അച്ഛനായില്ലെന്നും അതെ, ദൈവനിശ്ചയം അങ്ങനെയാണ്. മക്കളുമില്ല, ആരുമില്ല. ഭാര്യയില്ല. ജീവൻ പ്രധാനമായി കാരണത്തിൽ അപ്പോളോയുടെ അഭിപ്രായം എന്താണ്? വല്ലാത്ത ഒരു പ്രഹേളിക തന്നെ. മനുഷ്യന് എത്തും പിടിയും കിട്ടാൻ പ്രയാസം. ആ അല്ലപ്പാടെന്ന് എനിക്ക് കൂടി കേൾക്കാം. നിശ്ചയമായി. പക്ഷേ അത് മനസ്സിലാക്കാൻ ശാസ്ത്ര ബുദ്ധി വേണ്ടിയിരിക്കും. ആ അല്ലപ്പാട് ജീവിത മുന്തിരി ചിന്തരുത്, വേറെ മുന്തിരി തേടരുത്. എപ്പോൾ വരും? പിതൃഭൂമിൽ തിരിച്ചു താലൂക്കും വരെ. അങ്ങയുടെ അഭിലാഷം സഫലമാവാൻ അതിരിക്കട്ടെ, ഭഗവതി എന്താണ് ഇത്ര വിഷാദഭക്തയാവാൻ? ചടച്ചു വിടറി. ആ മുഖശ്രീ തന്നെ കെട്ടടഞ്ഞ മട്ടായിരുന്നു. എന്റെ ഭർത്താവ് ലോകത്തിലേക്ക് നീതനാണ്. എന്താണ് ഈ പറയുന്നത്? ഒന്ന് വ്യക്തമായി പറയും. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്താണ് അദ്ദേഹം ചെയ്ത ദ്രോഹം? ഒന്നുകൂടി പറയുക. എന്നെ തിരസ്കരിച്ചിട്ട് മറ്റൊരിക്കലും ഭാര്യയെ സ്വീകരിച്ചിട്ട് ജയിച്ചതോ? ഇത്ര നീചമായ കൃത്യം ചെയ്യാൻ അദ്ദേഹം അങ്ങനെ ധൈര്യപ്പെട്ടു. എന്നെ വിശ്വസിക്കുക. അതിശക്തിയും പരിത്യക്തയുമാണ്. കാരണം വേറെ പ്രണയമോ നിങ്ങളോടുള്ള വെറുപ്പോ? അതികർശനായ പ്രണയം. അങ്ങനെയെങ്കിൽ പോകട്ടെ അയാളുടെ പോക്കില്. രാജാവിന്റെ
കോറിന്റെ ജാമാതാവാകരുത്. എങ്ങനെ? ആരാണ് ഇയാൾക്കൊരു ഭാര്യയെ നൽകിയത്? മുഴുവൻ പറയും. ഈ കോറിന്റെ ഭരണാധികൾ. നിശ്ചയമായും നിങ്ങളുടെ ദുഃഖ കാരണം നിസ്സാരമല്ല. മാത്രമോ എന്നെ നാട് കടത്തിയിരിക്കുകയാണ്. നാട് കടത്തി? ആര്? വീണ്ടും ഒരു ഹീനകൃത്യമോ? ഞാൻ ഈ നാട് വിട്ടു പോകണമെന്ന് സാധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം സമ്മതിച്ചു പോകും. എനിക്ക് ഇത് അംഗീകരിക്കാൻ പ്രയാസം തോന്നും. അങ്ങയുടെ കാൽമുട്ടുകളിൽ പിടിച്ച് താടി വീശിയിട്ടുണ്ട്. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ സഹായിക്കണം. അങ്ങയുടെ നാട്ടിൽ ഞാൻ ഇടം തന്നാൽ മതി. ഈശ്വരാശ്വരൻ അങ്ങയുടെ വൃദ്ധാഭിലാഷവും സഫലമാവും. കാലിൽ വന്ന് കടന്നിരിക്കുന്നത് എന്തൊരു വലിയ എനിക്കുണ്ട് അറിയുന്നില്ല. അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ കലപറ്റത. ഈ വിത്ത് മുടത്തിൽ തിരക്ക് പണം മന്ത്രിക്കുന്നത് ഞാൻ അങ്ങേക്ക് കാണിച്ചത്. പ്രഭു, അതിന് തക്ക മന്ത്രശക്തി ഉള്ളവരാണ് ഞാൻ. പല കാരണങ്ങളാലും നിങ്ങളെ സഹായിക്കണമെന്ന് എനിക്കുണ്ട്. ഒന്നാമത് ദൈവത്തിനോ, രണ്ടാമത് നിങ്ങൾ നൽകിയ അപത്യ വാഗ്ദാനത്തിന്റെ പേരിൽ ആ കാര്യത്തിൽ ഞാൻ ഒരെത്തും പിടിയും കിട്ടാത്ത അന്ധകാരത്തിലാണ്. പക്ഷെ ഒന്നുണ്ട്, എങ്ങനെയും നിങ്ങൾ ഏതൻസിൽ എത്തിക്കൊള്ളണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്തും നിങ്ങൾക്ക് ഇവിടെ കഴിയാം. അതെന്റെ കടമയാണല്ലോ. പക്ഷേ ക്രയോണിന്റെ രാജ്യത്തു നിന്നും ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക? സ്വയം നിങ്ങൾ ഇവിടെ എത്തുക. വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തും നിങ്ങൾക്ക് ഇവിടെ കഴിയാം. യാതൊരു ആക്രമണ ഭീതിയും കൂടാതെ, ആര് വന്ന് എതിർത്താലും വിട്ടുകൊടുക്കാതെ ഞാൻ നിങ്ങളെ കാത്തുകൊള്ളാം. എന്നാൽ ഓറിന്റിൽ നിന്നും ഏതൻസിലെത്തേണ്ട ചുമതല അത് നിങ്ങളുടേതാണ്. വിദേശികളുടെ ദൃഷ്ടിയിൽ പോലും നാം നീതിമാനല്ലാതാവരുതല്ലോ. അങ്ങയുടെ ആജ്ഞ പോലെ. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പ്രതിജ്ഞ കൂടി ലഭിച്ചിരുന്നില്ല. അല്ല, നമ്മെ പറ്റി അവിശ്വാസമോ? എന്താണ് ഇങ്ങനെ ഒരു സംശയത്തിന് കാരണം? അവിശ്വാസം കൊണ്ടല്ല, അടുത്തും അകലെയുമായി 1000 എനിക്ക് ശത്രുക്കൾ. അവിടെ പീലിയാസിന്റെ മക്കൾ, ഇവിടെ ക്രയോ. ഞാൻ ബന്ധനായി കഴിഞ്ഞാൽ ആര് തന്നെ വന്നാൽ എത്തിയാണ് എനിക്ക് എന്നെ കൈവിടിയാൻ. ശരി, അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. അത് നിന്റെ ശത്രുക്കളോടൊന്ന് അപേക്ഷിച്ചാലും നമുക്ക് പറഞ്ഞു നിൽക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പുമായി ആകട്ടെ. സത്യം ഏത് ദൈവം മുൻനിർത്തിയാണ് വേണ്ടത്? നീ ദേവിയാണ്, സൂര്യ ഭഗവാനാണ്, എല്ലാ ദേവന്മാരുമായിക്കൊള്ളട്ടെ. എന്തെല്ലാം വേണം? ജീവനും സ്വാതന്ത്ര്യവും ഉള്ളിടത്തോളം കാലം എന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ആൻഡൻസിൽ നിന്ന് പുറത്താക്കുകയും. ശരി, ഭൂമി ദേവിയാണ്, സൂര്യ ഭഗവാനാണ്, മറ്റെല്ലാ ദേവന്മാരാണ്. ഈ പറഞ്ഞതെല്ലാം പാലിച്ചു കൊള്ളാമെന്ന് നാം ഇതാ സത്യം ചെയ്യുന്നു. സത്യലംഘനത്തിനുള്ള ശിക്ഷ ദൈവം നിങ്ങൾക്കുള്ള എല്ലാ ശിക്ഷകളുമായി കൊള്ളുന്നു. മംഗൾ അങ്ങ് ഉല്ലാസവാനായി ചെന്നാൽ ഞാൻ അവിടെ ഉണ്ടാകും. അതിനു മുമ്പ് ചിലത് കൂടി ചെയ്ത് നിൽക്കാനുണ്ട്. ദൈവമേ, അവസാനം ഇവിടെ വിജയത്തിന്റെ പുനരുദ്ധമ നശിക്കാൻ പോകുന്നു. സുഹൃത്തുക്കൾ,
വഴിയിലേക്ക് ഞാൻ കാലുണ്ടി കഴിഞ്ഞു. കൊടുങ്കാറ്റിൽ പെട്ടുഴൽ നടന്നില്ല ഞാൻ ശരിയായൊരു കടവ് കണ്ടെത്തിയിരിക്കുന്നു. തകരാൻ തുടങ്ങുന്ന ഈ നായികയ്ക്ക് ആ വലിയ തുറമുഖം എന്തൊരു നല്ല രക്ഷാകേന്ദ്രമാണ്. ഗുരമഴിച്ച് ആഞ്ഞു തുഴഞ്ഞ് പ്രാകാര സുരക്ഷിതമായ ആ നഗര കവാടത്തിലേക്ക് എനിക്ക് എത്രയും വേഗം എത്തിച്ചെല്ലണം. ഇതാ കേട്ടോളൂ എന്റെ പരിപാടി. ആരെയെങ്കിലും വിട്ട് ഞാൻ ജെയ്സിനെ വിളിക്കും. അയാൾ വരുമ്പോൾ വളരെ സൗമ്യമായി ഞാൻ സംസാരിക്കും. എന്നിട്ട് മകനെ കൂടി ഈ നാട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെടും. ആ രാജകീയ നവവധുവിന് നൽകാൻ ചില വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ കരുതിവച്ചിട്ടുണ്ട്. ഒരു കിരീടവും മണിയുടെ അടയും. അത് കണ്ടാലുടെ അവളതെടുത്താൽ അതോടെ അവളുടെ കഥ അവസാനിക്കും.